ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും ദ സീ ഓഫ് നോളജിലേക്ക് സ്വാഗതം. ഞാൻ റിനു വേട്ടോ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സലിൽ നമുക്ക് എങ്ങനെ ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാം. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ അത് ഓൾഡ് ഇടുകയും ചെയ്യും. അങ്ങനെ ഓൾഡ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാം. ഇതിൽ നമ്മൾ ഡെവലപ്പർ എന്നുള്ളടത്ത് വന്നിട്ട് ജസ്റ്റ് Alt+F11 പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻസേർട്ട് യൂസർ ഫോർമാറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് വലുപ്പപ്പെടുത്തുക. അതിന് ശേഷം നമ്മളിവിടെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ബട്ടൺസ് ആഡ് ചെയ്യണം. ഈ കമൻറ്റ് ബട്ടൺസിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ബട്ടൺസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ജസ്റ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യാം. കോപ്പി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എത്ര ബട്ടൺസ് ആവശ്യമുണ്ടോ അത്രയും ബട്ടൺ അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഇനി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് വന്നിട്ട് 0 കൊടുക്കാം. ഇതിൽ 0 അലൈൻ ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിൻ്റെ ഫൗണ്ട് ചിലവും ബോൾഡാക്കി ഒരു 16 കൊടുത്തു. ഓക്കെ, അത് നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എക്സ്പാലറ്റ് എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഡിം ഫസ്റ്റ് നമ്പർ ആസ് ഡബിൾ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇനി കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഇത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിം സെക്കൻഡ് കിടക്കുന്നത് അത് നമ്മൾ സെക്കൻഡ് നമ്പർ എന്ന് കൊടുക്കാം. സെക്കൻഡ് നമ്പർ. മൂന്നാമത് കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് ആൻസർ എന്ന് കൊടുക്കാം. ഓക്കെ, നാലാമത് കിടക്കുന്നത് നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന് കൊടുക്കാം. ഈ ഡബിളുമായിട്ട് സ്ട്രിങ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാൽക്കുലേറ്റർ പേജ് വന്നിട്ട് ഇവിടെ നമ്മൾ ഇനി നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ 7 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം. ഇഫ് ടെക്സ്റ്റ് ബോക്സ് one dot text equal to double arrow send 0, then okay, and text box 1 dot text equal to 7. Else text box 1 dot equal to text box plus 7. ഇപ്പം 7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 ഡിസ്പ്ലേ ഓപ്പൺ ആയി വരും. ഇനി നമുക്കിത് എൻഡ് ഇഫ് ഓക്കെ സിംപ്ലൈ നോക്കാം. സോറി, ഇവിടെ തരാം 1 ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ 7 ഇപ്പം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 7 നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7 കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് 8 നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ 7 ചെയ്തത് ജസ്റ്റ് കോപ്പി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതിൻ്റെ നമ്പർ മാത്രം മാറ്റി കൊടുക്കുക. 8. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് എല്ലാം നമുക്കിങ്ങനെ ചെയ്യാം.
ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പേഴ്സുകളെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഈ ഡോട്ട് കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഡോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഇഫ് ഇൻസേർട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ് arrow dot close bracket equal to 0, then okay, text box 1 dot text equal to text box 1 dot text plus dot next end if okay, let's run test നോക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് ഡിവൈഡർ പോകാം. ഡിവൈഡർ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, then text box 1 dot text, okay, equal to dot operators equal to dot divider hyphen. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് മാത്രം ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, അതിനുശേഷം അടുത്ത ഇൻറ്റു വരിക, അവിടെ ഇത് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഈ എസ് ഇൻറ്റു മാത്രം ചേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ ക്യാൻസൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് 1 dot text equal to bracket dot 0. ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈക്വൽ ടു ആണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. ഈക്വൽ ടു ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് സെക്കൻഡ് നമ്പർ ഈക്വൽ ടു ടെക്സ്റ്റ് box 1 dot text. Okay, if operators equal to dot plus then okay, answer equal to first number plus second number. Okay, next text box 1 dot text equal to answer. Okay, okay, ഇപ്പം പ്ലസിന് ഈക്വൽ ആകാനുള്ളത് ആയിട്ടുണ്ട്. ഇനി എൽസ് നമ്മൾ ഈ ഇഫ് തൊട്ടിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് ഈ എൽസിനെ അടുപ്പിച്ച് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പ്ലസ് എന്നുള്ളത് മൈനസ് ആക്കുക. എന്നിട്ട് ഇത് കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇത് ഇവിടെ നമ്മൾ ഇൻറ്റു ആക്കുക. ഓക്കെ,
ഈ പെർസെൻറ്റേജിൻ്റെ ആൻസർ ഫസ്റ്റ് നമ്പർ ഇവിടെ പെർസെൻറ്റേജിന് വേണം മോഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ എൻ ഈഫ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ആൻസർ ഫസ്റ്റ് നമ്പർ എന്നുള്ളതിൻ്റെ സെൻട്രലായിട്ടൊരു ഈക്വൽ ടു കൊടുക്കണം. എല്ലാത്തിനും അതുപോലെ കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു എക്സലിൽ ഒരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.